ഹലോ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു വീഡിയോ ഒരാൾ എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. ആൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആക്കി ഇതിനെ മാറ്റണം, ഇതെൻ്റെ അപേക്ഷയാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ആള് എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്താണ്. ഞാൻ ആളെ നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ ഫ്രണ്ട് മുഖാന്തരം വന്ന ഈ പറയുന്ന ഫ്രണ്ടിനെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. നമുക്ക് ഡെഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ ഞാനുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു സുഹൃത്ത് മുഖാന്തരം കിട്ടിയൊരു ആളാണ് ഇപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ ആൾ നമ്മളെ സബ്സ്ക്രൈബറാണ്, നമ്മളെ ചാനലിൻ്റെ വീഡിയോ ഒന്നും വിടാതെ കാണുന്ന ഒരാളുമാണ്. സന്തോഷമുണ്ട്, ഞാനത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ആളെ പേര് ഷാജഹാൻ എന്നാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളൊരു വീഡിയോ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആൾ എന്നെ വിളിച്ചത് എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിൽ നിന്നാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യത്തിലാണെങ്കിൽ കട്ടിയും തിരിച്ച് വിളിക്കല പതിവ്. അപ്പോൾ ഇതേപോലെ വിളിച്ചപ്പം ഞാൻ ആരെ ഫോണാണെങ്കിലും വെച്ചിട്ട് എൻ്റെ സുഹൃത്തുക്കൾ വിളിക്കുമ്പോഴും മറ്റുള്ളവർ വിളിക്കുമ്പോഴും ഞാൻ അങ്ങോട്ട് വിളിക്കും. പക്ഷേ എനിക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നൊരവസരം ഞാൻ പാഴാക്കാത്തത് എൻ്റെ ലവ് ഷോർ ഫാമിലി ഇരിക്കുന്ന ഒരു സമയത്ത് മാത്രമാണ്. അത് ഫോണിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും എനിക്കത് സ്വർഗ്ഗമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരും കയറി വന്നാലും ഞാൻ നെവർ മൈൻഡ് ആക്കിയിട്ട് വിടാറ് ചെയ്യുക. അതിനിപ്പോൾ എത്ര എന്ത് കനകക്കെട്ടി തരാമെന്ന് പറഞ്ഞാലും എനിക്ക് അതോളം വലുതൊന്നുമില്ല. അപ്പം അങ്ങനെ ഫാദർ വിളിക്കുന്ന സമയത്താണ് ഈ ഒരു ഫോൺ എനിക്ക് ഫസ്റ്റ് കയറണത്. ഒരു പ്രോഗ്രാം കഴിഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്ന അന്ന് രാത്രിയാണ് കയറണത് കേട്ടോ, പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചു, ഞാൻ എടുത്തില്ല. ആൾ വിളിച്ചതാണ് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തു, ലവ് ഷോറിൻ്റെ അപ്ഡേഷനും എൻ്റെ സ്പീച്ചിൻ്റെ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്തപ്പം ആൾ പിന്നെ വീണ്ടും വിളിച്ചു മിനിഞ്ഞാന്ന്. ആൾ വിളിച്ചത് ഇതേപോലെ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം ട്രൈ ചെയ്തു, എങ്ങനെ വീഡിയോസ് ഞാൻ പേഴ്സണലി അയച്ച് കൊടുക്കാറുണ്ട് ചിലർക്ക് മാത്രം. അങ്ങനെ ഞാനത് എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ. അപ്പോൾ അത് കണ്ടപ്പോൾ മുതൽ ആൾ കാണണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പം കംപ്ലീറ്റ് കണ്ടിട്ടാണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് ഡയറക്റ്റ് വിളിച്ച് പറയണം, എനിക്ക് നമ്പറിലൊന്ന് അടിച്ചു തന്നാലും മതി, എനിക്ക് തരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പിന്നെ സ്ഥിരമായിട്ട് നിങ്ങളിടുന്ന വീഡിയോസ് കാണലുണ്ട്, വല്ലാത്തൊരു ഊർജ്ജമാണ് നിങ്ങളെ കാണുമ്പോൾ എന്ന് പറഞ്ഞു. ഈ വീഡിയോയിൽ ഞാൻ പറയാം, താങ്ക്സ് അലോട്ട്, താങ്ക് ഗോഡ് ആൻഡ് താങ്ക്സ് അലോട്ട് ടു യു. കാരണം എന്നെ കണ്ടിട്ട് ഒരാൾ ഇൻസ്പിറേഷനായി എന്ന് പറയുന്നതോളം വലിയൊരു സമ്മാനം എനിക്ക് കിട്ടാനില്ല. കാരണം ഞാൻ എൻ്റെ ഉപ്പാൻ്റെ മകളാണ് എന്ന് അഭിമാനിക്കുന്നതാണ്. എന്നെക്കൊണ്ട് എന്നെ പോലെയുള്ള ഒരാൾക്ക് കൂടി ഇൻസ്പിറേഷനായി എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾ എന്നോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് അറിയിക്കാൻ ആണ് കമൻറ്റ് ബോക്സ്. എൻ്റെ കമൻറ്റ് ബോക്സ് എന്നും ഫ്രീ ആയിരിക്കും. 1-2 വീഡിയോൻ്റെ അടിയിൽ 2-3 ഹാർട്ട്, ഒരു ഫയർ, ഇതൊക്കെയാണ് എൻ്റെ കമൻറ്റിൽ വരിക. നിങ്ങളെ മനസ്സിലുള്ളത് കുറിച്ചിട്ട് അടിയിൽ എന്തായാലും നിങ്ങൾക്ക് വേണ്ട മറുപടി ഞാൻ തരും കേട്ടോ. ആരായാലും പേഴ്സണലി വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റില്ലെങ്കിൽ അത് എനിക്കും വിഷമവും നിങ്ങൾക്കും വിഷമവും. നിങ്ങളാണെന്ന് പോലും എനിക്കറിയില്ല, കാരണം നിങ്ങളിൽ പലരെയും എനിക്കറിയില്ല. അപ്പോൾ ഒരു അൺനോൺ നമ്പർ കാണുമ്പോൾ അത് ഫാദർ ഒന്നും പറയുന്ന ഒരു കാര്യം, എല്ലാവരും വിളിക്കുന്ന കോളും എടുക്കരുത്.
എല്ലാവരും സംസാരിക്കുന്ന രീതി ഒരു ഇതൊക്കെ അതാ ഞാൻ പറയാം. എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ പറയും ലവ് ഷോർ പാരൻസായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ലവ് ഷോർ ഫാമിലിയായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ലവ് ഷോറിൻ്റെ ശാഖകളുണ്ട്. മേപ്പാടി ആയാലും പുഴുതനായാലും പന്നിക്കോടായാലും അങ്ങനെയുള്ളതുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെടുക. നമ്മൾ പേഴ്സണലി നമ്മളെ കോണ്ടാക്റ്റിലും വെക്കരുത്. അത് അദ്ദേഹത്തിനും ഏറ്റവും വലിയ പേടി. കാരണം പറയാൻ എന്താ വെച്ചാൽ പെൺകുട്ടികളാണ് എന്നാ പറയാം, അത് സത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭയം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പേഴ്സണൽ കോണ്ടാക്റ്റിൽ വെക്കുന്നത് കൊണ്ട് തെറ്റെന്നല്ല പറയണത്, നിങ്ങളുടെ സ്നേഹമായിരിക്കും, പക്ഷേ അത് ശരിയാവില്ല. അപ്പം ആൾ ആവശ്യപ്പെട്ടത് ഇതാണ്, ഒരു മോട്ടിവേഷൻ വീഡിയോ ഇട്ടൂടെ എന്നല്ല. അപ്പോൾ ആൾ വീൽ ചെയറിലാണ് എന്നൊക്കെ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അതിനെ തുടർന്നൊരു വീഡിയോ ഞാൻ പറയാം. അതാണ് ഈ വീഡിയോ കേട്ടോ. ഞാൻ ആളൊന്ന് പരിചയപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞതാണ്. ആൾ പറഞ്ഞു ചിലപ്പോൾ മരിക്കാൻ തോന്നിയിട്ടുണ്ട് എനിക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതെന്തിനാ? 22 വയസ്സ് വരെ നല്ലോണം നടന്നിട്ട് പെട്ടെന്ന് 2 ചക്രത്തിലായിപ്പോയി ജീവിതം എന്ന് പറഞ്ഞു. നിങ്ങളെങ്ങനെ പുഞ്ചിരിച്ചിരിക്കണോ എന്ന് ചോദിച്ചു. നിങ്ങളെങ്ങനെ ആളുകളെ ഫേസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അതിൻ്റെയൊക്കെ ഒരു ഉത്തരം ഞാൻ പറയാം. ഇപ്പോൾ ഷാജഹാൻ ഇക്കാന്ന് തന്നെ കൂട്ടി വിളിക്കാം, കാരണം പ്രായത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ്. നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്ക് ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പം സ്നേഹിക്കുക എന്നുള്ളത് മറ്റൊരർത്ഥത്തിൽ ആരും എടുക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഷാജഹാൻക്ക് പറഞ്ഞു മരിക്കാൻ തോന്നിയിട്ടുണ്ട് എന്നുള്ളത്. ഷാജഹാൻ ഖാനോട് ഞാനൊരു കാര്യം ചോദിക്കാം ഈ വീഡിയോയിൽ. ഷാജഹാൻ ഖാനെ മരിപ്പിക്കാനാണെങ്കിൽ റബ്ബൊരു പുനർജന്മം പോലെ ഈ ഒരു ജീവിതം ഷാജഹാൻ ഖാക്ക് തിരിച്ചു തരൂലായിരുന്നു. ആക്സിഡൻറ്റിലാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു, ബസ്സും ബൈക്കും കൂടി കൂട്ടിയിടിച്ചിട്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഷാജഹാൻ ഖാൻ്റെ നട്ടെല്ല് തകർന്നു പോയതാണെന്ന് എന്നോട് പറഞ്ഞു. ആ സമയത്തൊക്കെ പടച്ചവന് രക്ഷപ്പെടുത്തി നിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ ബസ്സും ബൈക്കൊക്കെ കൂട്ടിയിടിച്ചാൽ എന്താ സംഭവിക്കുകയെന്നറിയോ? പൊടി പോലും കിട്ടാത്ത ആളുകളുണ്ട് മരിച്ചു പോയിട്ട്. അപ്പോൾ അങ്ങനെ അവസാനിപ്പിക്കാനാണ് ഈ ജീവിതം എന്ന് അള്ളാഹ്ക്ക് തോന്നിയിരുന്നെങ്കിൽ അള്ളാഹ് നിമിഷം എടുക്കുമായിരുന്നില്ലേ റൂഹ്. എന്നിട്ടും ഷാജഹാൻ ഖാനെ ബാക്കി വെച്ചത് എന്തൊക്കെയോ ഭൂമിയിൽ ചെയ്യാനുള്ളത് കൊണ്ടാണ്, എന്തിനൊക്കെയോ വേണ്ടി മാതൃക കാണിച്ചു കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്കിയിട്ട് നിർത്തിയത്. പിന്നെ ഷാജഹാൻക്ക് പറഞ്ഞു 22 വയസ്സ് വരെ നല്ലോണം നടന്നതാണ് ഞാൻ, എന്നിട്ട് 2 ചക്രത്തിലായി എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഞാൻ അങ്ങനെ ആയിരുന്നു, ഞാൻ അങ്ങനെ ആയിരുന്നു. ഒരു പക്ഷേ 2 കാലിൽ എഴുന്നേറ്റ് നിന്ന് ജീവിക്കുമ്പോൾ ഒരു കുടുംബം, ഒരു കുട്ടികൾ, ഒരു കുടുംബത്തിൻ്റെ പ്രാരാബ്ധം, ഇതിനപ്പുറത്തേക്ക് ഒരു ലോകം നമുക്കുണ്ടാവില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പണിയെടുത്തിട്ട് അവനവൻ്റെ കുടുംബത്തിന് പോറ്റുന്നുണ്ടാവും. അതിങ്ങനെ ആയതുകൊണ്ട് നന്നായി എന്ന് അതിനർത്ഥമില്ല. പക്ഷേ ഇങ്ങനെയും ഷാജഹാൻ ഖാനെ ബാക്കി വെച്ചിട്ടുണ്ടാവുക. 22 വർഷം ഭൂമിയിൽ ചവിട്ടി നടന്ന് ജീവിച്ച ഷാജഹാൻ ഖാക്ക് പറക്കാനുള്ളൊരു അവസരമായിട്ട് അതിനെ കാണുക. ആ 2 ചക്രത്തിനെ 2 ചിറകുകളായി സങ്കല്പിച്ച് നോക്കിയാൽ നമുക്കത് കൊണ്ട് പറക്കാൻ സാധിക്കും. നമ്മളെ ജീവിതം നമ്മൾ പിടിക്കണം കടിഞ്ഞാൻ. ഒരു പട്ടത്തിൻ്റെ നൂല് പിടിക്കണ പോലെ
ആരുടെ കയ്യിലാണോ ആ കടിഞ്ഞാണിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം ചലിക്കുക. ഇപ്പോൾ വെരി ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു. എന്ത് ഇൻസ്പിറേഷനാണ് ഷാജഹാൻ ഖാക്ക് എൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്? ഞാൻ വെൽ എഡ്യൂക്കേഷനല്ല, എനിക്ക് ഒരു എഡ്യൂക്കേഷനും ഇല്ലായിരുന്നു ലവ് ഷോറിൽ എത്തുന്നത് വരെ. ആരെ കണ്ട് പഠിച്ചു എന്ന് ചോദിച്ചു. ഞാൻ കണ്ടു പഠിച്ചത്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ആവണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് എൻ്റെ ഉപ്പാൻ്റെയും എൻ്റെ ഉപ്പച്ചിൻ്റെയും ജീവിതം കണ്ടിട്ട്. ഐ മീൻ എൻ്റെ 2 പാരൻസ് എൻ്റെ കൂടെ നിന്നിട്ട് മാതൃക കാണിച്ചു തന്നതുകൊണ്ടാണ്, അവരെൻ്റെ കൈ പിടിച്ചതുകൊണ്ടാണ്. ഷാജഹാൻക്ക് പറഞ്ഞില്ലേ മരിക്കാൻ തോന്നിയിട്ടുണ്ടെന്ന്. ഷാജഹാൻ ഖാൻ ഇങ്ങനെ കാണാനെങ്കിൽ കുടുംബത്തിന് കിട്ടിയത് അത്രയും അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഒരു മകനക്ക് വേണ്ടിയിട്ട്, സഹോദരനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. അല്ലെങ്കിൽ റബ്ബ് കൊണ്ടുപോയിട്ടുണ്ടാവൂലേ. നമ്മളെ ആയുസിൻ്റെ പട്ടിക അവസാനിക്കുന്നത് വരെ ഒരു ഇലൻ്റെ തുമ്പാണെങ്കിലും അതിനൊരു പ്രതീക്ഷ ഉണ്ടാവും റബ്ബിന്, എവിടെ എനിക്ക് ഈ ഇലനെ നിർത്താൻ പറ്റും എന്നുള്ളത്. പല കരകൗശല വസ്തുക്കളും ഉണ്ടാക്കുന്നത് ഈ പൊഴിഞ്ഞ ഇലയിനെ കൊണ്ടാണ്. അതായത് ഒരു മരത്തുമ്മന്ന് ഇല പൊഴിയുമ്പോൾ പല കളറുകളായിട്ട് പോകും. അതെടുത്ത് പല കരകൗശല വസ്തുക്കളും ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം. ഒരു സമയമുണ്ടാകും ഒരു മനുഷ്യനെ നന്നാവാൻ. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു മനുഷ്യൻ നന്നാവും. അപ്പം മനസ്സാണ് ഏറ്റവും വലിയ കരുത്ത്. പിന്നെ കൂടെ നിൽക്കുന്നവരാ. ഷിബില എന്ന് പറഞ്ഞ വ്യക്തിനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ നടത്തിയ സ്പീച്ച് 2 ആളെ കണ്ടാൽ എൻ്റെ നാവിൽ നിന്ന് വെള്ളം, അതായത് തൊണ്ട വരണ്ടിട്ട് പറ്റിപ്പോകും തൊണ്ട. കാരണം അത്രയും വലിയ സദസ്സിലിരുന്നിട്ടൊന്നും എൻ്റെ കുടുംബത്തിനോട് പോലും എനിക്ക് മര്യാദക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഞാനിങ്ങനെ ആയതിനു ശേഷം. ഷാജഹാൻ ഖാൻ നിങ്ങൾ കണ്ടത് ലൈവാണ്, ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന അത് മാത്രമേ യൂട്യൂബിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ പോയൊരു സമയമുണ്ട്, എൻ്റെ ഉള്ളിൽ ബേജാറായിരുന്നു. ആ ബേജാറ് എനിക്ക് തിരുത്തി തന്നത് ലവ് ഷോർ പാരൻസാണ്. ഉപ്പ എൻ്റെ അരികിൽ വന്നിട്ട്, ലവ് ഷോർ ഫാദർ എൻ്റെ അരികിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ കേൾക്കണോ സ്പീച്ച് എന്ന് ചോദിച്ചു. സ്റ്റേജിൽ കയറുന്നതിന് മുൻപാണത്. അതുവരെ ഇല്ലാത്തൊരാത്മവിശ്വാസമാണ് അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്ത് അത് ക്ലിയർ ആണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു വിശ്വാസം. അപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു ആത്മവിശ്വാസം എന്താ വെച്ചാൽ, എൻ്റെ ഉപ്പ പറഞ്ഞല്ലോ, എൻ്റെ ഉപ്പയ്ക്ക് വേണ്ടിയിട്ടില്ല വേറെ ആരെയാണ് ഞാൻ പേടിക്കേണ്ടത്, അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തിയുണ്ട് എന്ന്. പിന്നെ ഞാൻ ഒരു പരിധി വരെ എൻ്റെ ജീവിതത്തെ നെവർ മൈൻഡാക്കിയിട്ട് വിട്ടാളാണ് ഞാൻ. പറക്കാൻ ചിറകുകൾ വേണ്ട, ആത്മവിശ്വാസവും. നമ്മളൊരു പട്ടമാണെങ്കിൽ ആ പട്ടത്തിന് ചിറകുണ്ടായിട്ടല്ല പറക്കണത്. അതിൻ്റെ കടിഞ്ഞാൻ നിൽക്കുന്ന കയ്യിൻ്റെ ബലം എന്താണോ അതാണ് ആ പട്ടത്തിൻ്റെ ശേഷി. ആ നൂല് പൊട്ടിപ്പോയാലാണ് നമ്മൾ എങ്ങുന്നില്ലാണ്ട് പറന്നു പോവുക. ആ നൂല് ചലിപ്പിക്കാൻ ഉള്ള കരം കൃത്യമാണെങ്കിൽ നമ്മൾ എവിടെയും പോവില്ല, അതങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഷിബില ഒരു പട്ടമാകുമ്പോൾ നൂല് പിടിക്കാൻ എനിക്കെൻ്റെ പാരൻസ് ഉണ്ട്. ഷോർ പാരൻസ് ആയാലും ഇവിടുത്തെ പാരൻസ് ആണെങ്കിലും ഓക്കെ, അവരുടെ കരങ്ങളിലാണ് എൻ്റെ ചലനം. എനിക്ക് വേണ്ടതൊക്കെ അത് റബ്ബിൻ്റെ കരങ്ങളാണ്. അപ്പം അതെന്നെ പൊതിഞ്ഞ് പിടിക്കുന്നിടത്തോളം കാലമാണ് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഷാജഹാൻ ഖാക്ക് നല്ല സുഹൃത്തുക്കളുണ്ടാവും, ഉമ്മാനെയും ഉപ്പാനെയും ബാക്കിയുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഈ ചിന്തകൾ മരണം എന്നൊന്ന് തഴുകിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ളവർക്ക് ഭാരമാകുമെന്നുള്ളത് നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കുടുംബത്തിനെ പോലെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കുടുംബത്തിനെ പോലും നമുക്ക്
സംരക്ഷിക്കാൻ പറ്റും. ഡിസേബിൾഡ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ലൈഫ്. കാരണം വൈകല്യം ഒരു ഭാഗം അല്ല ജീവിതത്തിൻ്റെ. അപ്പോൾ ആ വൈകല്യത്തിന് എടുത്തു കളയേണ്ടത് നമ്മളാണ്. അത് നോട്ട് പാർട്ട് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഡിസബിലിറ്റീസ് പാർട്ട് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞാലും മതി. ഇത് രണ്ടും ഒരർത്ഥമാണ്. പാർട്ടല്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മളതിനെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം, വൈകല്യം ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ല എന്ന് ചിന്തിക്കുന്നിടത്ത് തന്നെയാണ് അതിൻ്റെ ബാക്കി വരുന്നത്. ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ചിന്തിച്ചാലും തെറ്റില്ല. കാരണം എന്താ പറയുക, നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗവും നമ്മൾ മനോഹരമാക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ഞാൻ കണ്ടത് എൻ്റെ ചുറ്റിനുമുള്ള ജീവിതങ്ങളാണ്. ഞാൻ വായിച്ചറിഞ്ഞതും ആ ജീവിതങ്ങളാണ്. ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതും ആ ജീവിതങ്ങളാണ്. നമ്മൾ തോൽക്കാൻ തയ്യാറില്ലെങ്കിൽ നമ്മളെ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല, പഠിച്ചവനക്കല്ലാതെ. നേരെ മറിച്ച് വിധിക്ക് മുന്നിലും ബാക്കിയുള്ളവർക്ക് മുന്നിലും നമ്മൾ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചാൽ മാത്രമേ നമ്മൾ ജയിക്കാൻ തീരുമാനിച്ച് നോക്കൂ. നമ്മളിപ്പോൾ 1000 പേരുണ്ടാവും. എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ കഴിയില്ല. പക്ഷെ എൻ്റെ ചിറകായി നിൽക്കുന്നത് ലവ് ഷോർ ഫാമിലി മെമ്പേഴ്സാണ്. എസ്പെഷ്യലി മൈ പാരൻസ് ട്യൂ. കാരണം എൻ്റെ ഉമ്മയും ഇപ്പയും. കാരണം ഞാൻ ഇപ്പോൾ ഷാജഹാനൊക്കെ പറഞ്ഞ പോലെ എന്തൊരു തെളിച്ചമാണ്, എന്തൊരു ദൃഢതയാണ് ആ വാക്കുകൾക്ക് എന്ന് പറഞ്ഞതിനോട്. ആ വാക്കുകൾക്ക് എനിക്ക് ദൃഢത ഉണ്ടാവും. എന്താ വെച്ചാൽ ആ വാക്കുകൾക്ക് എന്നിൽ സത്യാവസ്ഥ ഉണ്ടാകും, എന്നിലൊരു വിശ്വാസം ഉണ്ടാകും. എന്താ പറയുക, എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളിൽ ഒരു പ്രതീക്ഷയുടെ പൂക്കാലം ഞാൻ കാണുന്നുണ്ട്. എൻ്റെ മോളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ അവളത് പറഞ്ഞ് പൂർത്തിയാക്കുമെന്നൊരു വിശ്വാസം. അപ്പം അവരെല്ലാം എന്നെ വിശ്വസിച്ച് നിൽക്കുന്നവരാണ്. അവരെ പരാജയപ്പെടുത്താനല്ല, അവരെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചത്. ഒപ്പം എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പ്രാർത്ഥനയും എന്നെ പ്രതീക്ഷിക്കുന്ന 1000 കണ്ണുകളുമാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ എന്നിലുള്ള പ്രതീക്ഷയാണ്, എന്നിലുള്ള നിരാശയല്ല. അതുകൊണ്ടാണ് ഞാനത് അവിടെ വിജയിച്ച് കയറിയത്. അപ്പോൾ എത്രയേ ഉള്ളൂ, ചിറകായി നിൽക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ആ ചിറകിലേറി നമുക്ക് പറക്കാം. അപ്പം പിന്നെ നമുക്ക് ചിറക് വേണമെന്നില്ല. അതില്ലാത്തത് നന്നായി എന്നല്ല പറയണത്, വേണമെന്നില്ല. അപ്പം പടച്ചവൻ തന്നതുകൊണ്ട് ഹൈറായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇനിയിപ്പോൾ തീരെ വിളിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാതിരിക്കേണ്ട. എന്താ പറയുക, ഒരു സമാധാനം കിട്ടാൻ ഏറ്റവും നല്ലതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതെന്നിലൂടെ ആണെങ്കിൽ വിളിക്കാം, സംസാരിക്കാം സുഹൃത്തുക്കളായി, ഇൻഷാ അല്ലാഹ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ഷാജഹാൻക്കാക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ്. നമ്മളിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട, നമുക്കും വരും നല്ലൊരു കാലം. ഓക്കെ, എവറിത്തിങ് എന്താ പറയുക, ഒരു പ്രഭാതം എൻ്റേതാണെങ്കിൽ മറുപ്രഭാതം നിങ്ങളേതാണ്, പിന്നത്തെ പ്രഭാതം നമ്മുടേതാണ്. അതാണ് മനുഷ്യൻ സമൂഹജീവിയാണ്. ആദ്യം എനിക്കായിട്ടൊരു പുലർക്കാലം ഉണ്ടാവും, പിന്നെ നിങ്ങൾക്കായിട്ടുണ്ടാവും, പിന്നത്തേത് നമുക്കായിട്ടുണ്ടാകും. അങ്ങനെയാണ് രാവും പകലും വന്നു പോണത്. നന്മയും തിന്മയും പോലെ രാവും പകലും പോലെയല്ലേ ജീവിതം. ഓക്കെ, അപ്പോൾ തളരാതെ ഇരിക്കുക. വീതികളും വഴികളും ഒരുപാടുണ്ടാവും, കൈ പിടിക്കാൻ ആളുകളുണ്ടാവും. ഒപ്പം എന്നാൽ കഴിയുന്നത് പോലെ നമ്മളെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് ഞാനും ഉണ്ടാവും എൻ്റെ ലവ് ഷോറിലൂടെ. ഓക്കെ, അപ്പം അസ്സലാമു അലൈക്കും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നല്ല നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇനിയും വരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.